واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചു പുലർത്തിയും പരിഗണിച്ചും അവൻ്റെ തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ലോകത്ത് സുഖ സമൃദ്ധമായി സമാധാനത്തോടെ ജീവിക്കുക എന്നതിനപ്പുറം മരണാനന്തര ജീവിതത്തിൽ ഇവയെല്ലാം കരഗതമാകുക എന്നതാണ്. അതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, പുണ്യകർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിലുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആ പരിശോധനയിൽ നമ്മൾ എത്തിയത് 4 വിഭാഗം ആളുകളെയാണ് അള്ളാഹു തീരാ നഷ്ടക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു വിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ കഹ്ഫിലെ 102-ാമത്തെ ആയത്തിലാണ്. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അമൽ ചെയ്തിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും തീരാ നഷ്ടക്കാരായി പോയ ഹതഭാഗ്യരെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അത് നീ നിന്റെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്ന 1-ാമത്തെ വിഭാഗത്തിന്റെ അടയാളം, ഒരു മനുഷ്യന്റെ അമൽ സ്വീകരിക്കാൻ ആവശ്യമായ 3 അടയാളങ്ങളിൽ ഒന്നോ ഏതെങ്കിലുമോ അവരില്ല, ഉണ്ടാവുകയില്ല. അതിൽ 1 തൗഹീദാണ്, നമ്മൾ പഠിച്ചു. 2, ഏതൊരു കാര്യവും ചെയ്യുന്നത് ആ കാര്യം നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനാൽ നിയോഗിതനായ പ്രവാചകൻ ചെയ്തതുപോലെയാവണം. അതിനാണ് സുന്നത്ത്, പ്രവാചകചര്യ എന്ന് പറയുക. 3-ാമത്തത് ഇഖ്ലാസ് എന്ന് അറബിയിൽ പറയും, നിഷ്കളങ്കത എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ഒരു നന്മ ചെയ്യുന്നതും ഒരു തിന്മ ചെയ്യാതിരിക്കുന്നതും, ഇത് 2ഉം പുണ്യകർമ്മമാണ്. ഒരു നന്മ ചെയ്യുന്നത് പുണ്യകർമ്മമാണെങ്കിൽ ഒരു തിന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ടത് ചെയ്യാതിരിക്കൽ നന്മയാണ്. ഇത് 2ഉം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാവണം. അതിലൊരു കലർപ്പും വരാൻ പാടില്ല. അബുൽ അംബിയാ, അംബിയാക്കളുടെ പിതാവ് എന്നറിയപ്പെടുന്ന, മില്ലത്ത അബീക്കും, നിങ്ങളുടെ ആദർശ പിതാവ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുടെ മില്ലത്ത് ഇഖ്ലാസാണ്. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അല്ലാഹുവിന്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ആ ഒരു നിഷ്കളങ്കത എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെ മനുഷ്യന്റെ വലിയ കർമ്മങ്ങൾ ഒന്നുമല്ലാതെയായി മാറും. അതെത്രത്തോളം പരിപൂർണമാവണം? അത് സൂറത്തുൻ നഹ്ലിലാണ് ഇഖ്ലാസ് എന്ന ആ പ്രയോഗത്തിന്റെ തനിമയും സ്വച്ഛതയും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്.
എങ്ങനെ പഠിപ്പിക്കുന്നത്? ഇന്നഫി, നിങ്ങൾക്ക് നിങ്ങളുടെ കാലികളിൽ വലിയ മാതൃകയുണ്ട്. വഫിൽ അൻആമി ലഇബ്റ, നിങ്ങൾ വളർത്തുന്ന കന്നുകാലികളിൽ വലിയ ഗുണപാഠമുണ്ട്. എന്താ ഗുണപാഠം? നിങ്ങൾ കുടിക്കുന്ന പാല് അതെവിടുന്നാ വരുന്നത്? മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ. ഇഖ്ലാസ്, ഖാലിസ്. നിങ്ങൾ കുടിക്കുന്ന പാല് വരുന്നത് മിൻ ബൈനി ഫർസിൻ വദമിൻ, ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെയാണ്. പക്ഷേ ചാണകത്തിന്റെ എന്തെങ്കിലും ഒരു വാസന, രക്തത്തിന്റെ ഒരു നേരിയ കലർപ്പ് ഈ പാലിലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അത് കുടിക്കൂല. എങ്കിൽ അതാണ് ഇഖ്ലാസ്. അത്ര തനിമയുള്ള ഇബാദത്തുകൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ രണ്ടിന്റെയും ഇടയിലൂടെ വരുന്ന ഈ പാല് എത്രമാത്രം വെണ്മയുള്ളതാണോ, അതേപോലെ ഞാനും നിങ്ങളും ചെയ്യുന്ന നന്മ അള്ളാന്റെ പൊരുത്തമല്ലാത്ത മറ്റൊരു ഉദ്ദേശം ഉണ്ടാകാൻ പാടില്ല, അതൊരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ഒരു സഹാബി, രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ എത്ര വലുതാ? അള്ളാന്റെ റസൂലെ ധീരത കാണിക്കാൻ വേണ്ടി, തന്റെ യുദ്ധ വൈഭവം കാണിക്കാൻ വേണ്ടി, അള്ളാന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒരാൾ യുദ്ധം ചെയ്തു മരിച്ചാൽ ഇതിലേതാണ് അള്ളാഹ് സ്വീകരിക്കുക? ധീരത കാണിക്കാൻ വേണ്ടി, യുദ്ധത്തിലെ കഴിവ് കാണിക്കാൻ വേണ്ടി, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാന്റെ വചനം ഉന്നതമായി കാണണം എന്ന ഒറ്റ ഉദ്ദേശത്തിൽ രക്തസാക്ഷിയായാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടി അല്ല സഹോദരന്മാരെ നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യാതിരിക്കുന്നത്. ഭൗതികമായ താല്പര്യങ്ങൾ കയറി 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 ഇബാദത്ത് പോലും ഭൗതിക ലക്ഷ്യത്തിനായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 19ാമത്തെ വയസ്സിൽ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ച സ്വഹാബിയാണ്. +1 അല്ലെ +2 വിദ്യാർത്ഥി അയക്കുന്ന പ്രായം. ആ പ്രായത്തിലെ കുട്ടിനെയാണ് യമനിലേക്ക് പറഞ്ഞയക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ യമനിലേക്ക് യാത്രയാക്കുമ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ഇന്നക തമുറു ബൈന വബൈതി വബൈന ഖബരി. ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയാണ് മുആദ്. താങ്കൾ യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ വീടിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലൂടെ താങ്കൾ നടന്നു പോകും. മാതൃതാവിന് അത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ അദ്ദേഹം യമനിലേക്ക് യാത്ര പോകുമ്പോഴേ ഇരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒട്ടകപ്പുറത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടായിരുന്നു. ഇതെന്ത് ഇരുത്താണ് മുആദ്, അങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാ. അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ? എന്റെ കണ്ണ് മറയുന്നത് വരെ എനിക്ക് താങ്കളെ കാണാമല്ലോ റസൂലേ. അത്ര പ്രവാചകനെ സ്നേഹിച്ച ആളാണ് മുആദ് റളിയല്ലാഹു അൻഹു. വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായി. അദ്ദേഹത്തിന്റെ ക്ലാസ് ദമാസ്കസിലെ ഒരു പള്ളിയിൽ സ്വഹാബിനെ സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ക്ലാസ് കേൾക്കാൻ വന്നു. എല്ലാവരും ക്ലാസ് കേട്ടു, സംശയം തീർത്തു, ഓരോരുത്തരായി വീട്ടിലേക്ക് പിരിഞ്ഞു പോയി. ഒരാളിങ്ങനെ ഇരിക്കാൻ അവസാനം ആൾ പോയില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മുആദ് റളിയല്ലാഹു അൻഹു, എന്താ നിങ്ങൾ പോകാത്തത്? എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു വർഷങ്ങളായി, പക്ഷെ ഇതുവരെ താങ്കളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കൊണ്ടൊന്ന് സ്വസ്ഥമായി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോകാൻ വേണ്ടി കാത്തുന്നത് എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു ആ സഹോദരനോട് ചോദിച്ച ചോദ്യം, അലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാണോ ഈ സ്നേഹം? അലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാണോ ഈ സ്നേഹം? 3 പ്രാവശ്യം ആവർത്തിച്ചു. 3 പ്രാവശ്യവും ആ സഹോദരൻ പറഞ്ഞു, അതെ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഈ സ്നേഹം. എങ്കിൽ അബ്ശിർ, താങ്കൾ സന്തോഷിക്കുക. ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ലോകത്തിന്റെ നേതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ അഹബ്ബ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നവൻ, വഅബ്ഗദ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുന്നവൻ, വഅഅത ലില്ലാഹ്,
അള്ളാഹ്ക്ക് വേണ്ടി നൽകുന്നവൻ, അള്ളാഹ്ക്ക് വേണ്ടി തടയുന്നവൻ, അള്ളാഹ്ക്ക് വേണ്ടി വിവാഹിതനാകുന്നവൻ, അവന്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു. ഒരു കലർപ്പും ഉണ്ടാവില്ല. സ്നേഹം ഒരു വികാരമാണ് സഹോദരന്മാരെ. അതുപോലും അള്ളാഹ്ക്ക് വേണ്ടിയാവണം. നമ്മൾ പലരെയും സ്നേഹിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടിയാ. നമ്മളെ ഗ്രൂപ്പാണെങ്കിൽ സ്നേഹിക്കൂ, അല്ലെങ്കിലോ പോയി പണി നോക്കാൻ പറയൂ. സലാം പറയാൻ ഞാൻ നിർത്തിയത് ഓ മറ്റതാ, ഏത് മറ്റത്, ഓൻ അതിന്റെ ആളാ, ബന്ധിന്റെ ആളാ. ഇങ്ങനെ മുഖം തിരിഞ്ഞാട് പോവുക. തോളോട് തോളുരുമ്പി ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ ചില്ലറ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേര് 2 പ്ലാറ്റുകളും അപ്പൊ മുഖം തിരിഞ്ഞാൽ പോയി. ചോദിക്കട്ടെ, ഇത്രയും കാലം തോളിൽ കൈവച്ചത്, സലാം പറഞ്ഞത്, തുടർന്ന് നമസ്കരിച്ചത് എന്തിന്റെ പേരില? അള്ളാന്റെ പേരില അല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി എന്തിന്റെ പേരില്? ദുനിയാവിന്റെ പേരില്. അയലക്കാര് നമ്മൾ മിണ്ടുന്നില്ല എന്തിന്റെ പേരില്? ദുനിയാവിന്റെ പേരില്. ദുനിയാവല്ലാത്ത ലക്ഷ്യങ്ങൾ പറയും, ഒക്കെ ഭൗതികമായ താല്പര്യങ്ങളാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാവണം. അല്ലെങ്കിൽ എന്താ സ്ഥിതി എന്നറിയോ? ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ അവസാനത്തെ ആയത്താ. എപ്പോഴാ അറിഞ്ഞത്? അതിറങ്ങിയൊരു സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി ഓടി പള്ളിക്ക് വരും. കാരണം സമയം അറിയാം, ബാച്ചും ബാങ്ക് കൊടുക്കാൻ മൈക്കൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ചിലപ്പോ പള്ളിക്കാണ്ട് കാറലും ഒരു സലാം വീട്ടൊരു ഒപ്പരാണ്. അപ്പൊ പിന്നെ ബേക്കിന്ന് ഒറ്റക്ക് നിസ്കരിക്കല്ല, നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഞാൻ ബേക്കിൽ പോയിട്ട് നിസ്കരിക്കും. അപ്പൊ ചില ആളുകൾ പള്ളിയിലേക്ക് കയറി വരുന്നതായി ഞാൻ മനസ്സിലാക്കും. പള്ളിക്ക് കയറി വരുമ്പോ ഒച്ചപ്പടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്റെ നിസ്കാരം ഒന്നുകൂടെ ഒന്ന് നന്നാക്കും. കാരണം മനുഷ്യന്മാർ നോക്കുന്നുണ്ടല്ലോ, അള്ളാഹ് മാത്രല്ല, വരുന്നോലും ഇങ്ങനെ നോക്കുമല്ലോ നിസ്കാരം എങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ നമസ്കാരം ഒന്നുകൂടെ നന്നാക്കും. അതാർക്ക് വേണ്ടിയാണ്? ഈ കേറി വരുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. അള്ളാഹ് മറുപടി പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. നാളെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ. പോരാ, വലാ യുശ്രിക്, അവൻ ശിർക്ക് ചെയ്യരുത്, ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിന് ചെയ്യുന്ന ഇബാദത്തിൽ അവൻ പങ്കാളികളെ ഉണ്ടാക്കരുത്. അവിടുത്തെ ശിർക്ക് എന്താണെന്നറിയോ? ജനങ്ങൾ കാണട്ടെ എന്ന ചിന്തയാണ്. മൻ സല്ല യുറാഇ ഫഖദ് അശ്റക വമൻ സാമ യുറാഇ ഫഖദ് അശ്റക വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക. അല്ലാഹു കാണാൻ വേണ്ടി നമസ്കരിച്ചവൻ ശിർക്ക് ചെയ്തവനാണ്. ജനങ്ങൾ കാണാൻ വേണ്ടി നോമ്പ് വെച്ചവർ ശിർക്ക് ചെയ്തവരാണ്. ജനങ്ങൾ കാണാൻ വേണ്ടി സദഖ ചെയ്തവർ ശിർക്ക് ചെയ്തവരാണ്. ആ ശിർക്ക് അശ്ശിർക്കുൽ അസ്ഗർ, ഏറ്റവും ചെറിയ ശിർക്ക്. ജനങ്ങൾ കാണട്ടെ എന്ന ചിന്ത ഉണ്ടോ? അള്ളാന്റെ അടുക്കലേക്ക് എത്തൂല സഹോദരന്മാരെ. പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾ ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. സൂറത്ത് യാസീൻ മറിച്ചു നോക്ക്. സാഹിബ് യാസീൻ, യാസീനിന്റെ ആള് എന്ന് അറിയപ്പെടുന്നത് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. വഖരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. വായിച്ചോളൂ അത് മുതൽ മിനൽ മുക്രമീൻ എന്നുവരെയുള്ള ആയത്ത്. ഒരു ഗ്രാമത്തിലേക്ക് പ്രവാചകന്മാർ വന്നതും ആ പ്രവാചകന്മാരെ ജനങ്ങൾ തിരസ്കരിച്ചതും അവരുടെ ഉപദേശം ഗ്രാമവാസിയായ ഒരാൾ കേൾക്കുന്നതും അയാൾക്കത് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുന്നതും അത് ആ പട്ടണവാസികളോട് പറയുന്നതുമായ ചരിത്രമാണ് സൂറത്തുൽ യാസീനിൽ ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളത്. ആ പറഞ്ഞ വ്യക്തിയുടെ പേര് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത്, അതാ പട്ടണം കഴിഞ്ഞാൽ ഏതാ ഗ്രാമം, ഗ്രാമത്തിൽ നിന്ന് വരിക ഇയാള്. ഗ്രാമത്തിൻ്റെതായ നിഷ്കളങ്കത ഉണ്ടാവും. അയാള് പ്രവാചകന്മാരെ പ്രബോധനം കേട്ടു, പ്രവാചകന്മാരെ പറ്റി പഠിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവർ പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റണം. എന്താ കാര്യം? 2 കാരണമുണ്ട്. ഒന്ന്, ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ, അവർ ജനങ്ങളോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല, നിഷ്കളങ്കമാണ് അവരുടെ പ്രവർത്തനം. രണ്ടാമത്തത് വഹും മുഹ്തദൂൻ, അവർ ജനങ്ങളോട് എന്താണോ പ്രബോധനം ചെയ്യുന്നത് അത് അവരുടെ ജീവിതത്തിലുണ്ട്. 2 ക്വാളിറ്റി ഒന്നുമില്ല. പ്രസംഗിക്കുന്നവന്റെ ജീവിതത്തിൽ പ്രസംഗിക്കുന്ന കാര്യമല്ലാതെ പ്രസംഗിക്കുന്നവനും പറയാം, കേൾക്കുന്നവനും പറയാം. രണ്ടാമത്തോ പറയുന്നത്
എന്ത് ദുനിയാവിന്റെ ലക്ഷ്യമാണ്, ഭൗതിക ലക്ഷ്യമില്ലാത്ത ഒറ്റ മനുഷ്യനുമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റണം. പ്രവാചകന്മാരെ പഠിപ്പിച്ച ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ഹിജ്റ എത്ര വലിയ സംഭവമാണ്, നാടും വീടും വിട്ട് പോയ സംഭവമാണ്. ഇസ്ലാമിക ചരിത്രത്തെ ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയത് ഹിജ്റയാണ്. ഒരു വർഷാരംഭം ഒരു ഇസ്ലാമിക കലണ്ടർ തുടങ്ങണമെന്ന് തീരുമാനിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഏത് മാസം മുതൽ തുടങ്ങണമെന്ന് ചർച്ച വെച്ചു. റമദാൻ പറഞ്ഞവരുണ്ട്, പ്രവാചകന്റെ ജന്മം ഉണ്ടായ റബീഉൽ അവ്വൽ മാസം മുതൽ ഹിജ്റ വർഷം തുടങ്ങണം, എണ്ണിത്തുടങ്ങുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങൾ വെച്ചിട്ട് ആ മാസം മുതൽ നമ്മൾ എണ്ണിത്തുടങ്ങാം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത് മുഹറം മാസമാണ്. മുഹറം എന്ന ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമം. ഹിജ്റ പോയത് മുഹറത്തിലല്ല. ഹിജ്റ എന്ന ആശയം പ്രവാചകൻ സ്വീകരിക്കുകയും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്ത മുഹറം ഹിജ്റ വർഷത്തിന്റെ ഒന്നാമത്തെ മാസമായി വരാൻ ഹിജ്റയാണ് കാരണം. ആ ഹിജ്റ പോയി ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ഹിജ്റ പോയ സ്വഹാബികളെ പറ്റി ഒരു പരാതിയല്ല, ഒരു വസ്തുത പ്രവാചകനുമായി സ്വഹാബികൾ ചില ആളുകൾ പങ്കുവെച്ചു. എന്താണെന്നറിയോ? നമ്മളൊക്കെ പടച്ചോന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹിജ്റ പോകുന്നത്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ ഹിജ്റ പോകുന്നത് ഇവിടെ ബിസിനസ് സാധ്യതയുള്ള സ്ഥലമാണ് മദീന, അങ്ങനെ കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കുക, അങ്ങനെ ചില ഉദ്ദേശമായിട്ട് നമ്മളെ കൂടെ വന്ന ആളുകളുണ്ട്. ചില ആളുകൾ മദീനയിൽ നിന്ന് സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്ന ഉദ്ദേശത്തോടെ വന്നവരുണ്ട്. എന്താ പ്രവാചകർ അവരെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്നാ ചോദിച്ചത്. അപ്പോഴാണ് 700 പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും പ്രബലമായ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് റസൂൽ പറഞ്ഞപ്പോഴാണ് മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് അവരുടെ നിയ്യത്തനുസരിച്ചാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരുടെയെങ്കിലും ഹിജ്റ അള്ളാഹിന്റെയും റസൂലിന്റെയും പൊരുത്തത്തിനാണോ, അത് അങ്ങോട്ട് പോകും, അത് കിട്ടും. ആരെങ്കിലും പെണ്ണിട്ടാണ് ഉദ്ദേശിച്ചോ, കച്ചവടം തുടങ്ങാനാണോ വന്നത്, ഓൽക്ക് അത് കിട്ടും, മറ്റേത് കിട്ടൂല. അപ്പൊ എന്താണ്, എത്ര വലിയ കർമ്മമാണെങ്കിലും ശരി, നമ്മുടെ അത് സ്വീകാര്യോഗ്യമാകുന്നതും പ്രതിഫലം നൽകപ്പെടുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കൂ, ഇഖ്ലാസ് ഉണ്ടാകുന്നത് കൊണ്ടാണ്, നിഷ്കളങ്കതയ്ക്ക് കട്ടി കൂടുന്നത് കൊണ്ടാണ് രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തിന് പരസ്യമായി ചെയ്യുന്ന ഇബാദത്തിന് കൂലുണ്ടാവാൻ കാരണം എന്താ? നിങ്ങൾ നോക്കൂ, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അതിലൊരു വിഭാഗം വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവർ. എന്താ ഇത് ക്വാളിറ്റി? ഒരാളും അറിയണ്ട. അയാൾ ഇഖ്ലാസിനാണ് കൂലി. ഈ തഹജ്ജുദിന് മറ്റ് സുന്നത്ത് നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠം ഉണ്ടാകാൻ എന്താ? ഇത് രാത്രി ആരും കാണാതെ നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ്. എത്രത്തോളം സ്വഹാബികൾ അതിന് ഭയപ്പെട്ടെന്നറിയോ? ഒരു സ്വഹാബി സദക്ക കൊടുക്കാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ കൈകൊണ്ട് കൊടുക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയ കിട്ടുന്ന ആളെങ്കിലും ഇന്നെ കാണുമല്ലോ, അതും വേണ്ട. എന്നാല് പള്ളിന്റെ ഒരു മൂലക്കൽ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ മാറി നിന്നു. അത് ആരാ എടുക്കണതെന്ന് അറിയാൻ. അത് ഞാനാണ് കൊടുത്തതെന്ന് കിട്ടിയാക്കി മനസ്സിലാവരുത്. അങ്ങനെ എടുത്തത് മൂപ്പര മോനാ. ലോനക്ക് എടുക്കാനല്ലല്ലോ ഇപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചത്, പാപങ്ങൾക്ക് കൊടുക്കാൻ. അവിടെ വെക്കണാറ് എന്ത്? അത് ഞാൻ കൊണ്ടുപോയി വെച്ചതാ, എനിക്ക് അന്ന് ഉദ്ദേശിച്ചല്ല വെച്ചത്, അത് പാവങ്ങൾ ആരും എടുത്തോട്ടെ. മോൻ പറഞ്ഞു, അത് അയിമല എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ വെച്ചതിനാണ്, അത് എനിക്ക് വേണമെന്ന്. ആ കച്ചറായി. പ്രവാചകനൊക്കെ എത്തി. പ്രവാചകൻ വാപ്പ പറഞ്ഞു, പൊന്നാറ റസൂലെ ഞാനാണ് കൊണ്ടുപോയി വെച്ചത്, ഇവനെടുക്കുകയാണ്, ഇവര് വീട്ടിൽ നിന്ന് കൊടുത്താൽ പോരെ, ഇവനെടുക്ക. അതുകൊണ്ട് ഓനക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, പാവങ്ങൾക്കാണ്, അതുകൊണ്ട് അത് എനിക്ക് കിട്ടണം. അദ്ദേഹം മകൻ പറഞ്ഞു, ഇതാരാ വെച്ചെന്ന് എനിക്കറിയില്ല, ഞാൻ ആവശ്യക്കാരനാണ്, ഞാൻ അതെടുത്തു, അത് എനിക്ക് കിട്ടണം. എന്താ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞത്? ബാപ്പനോട് പറഞ്ഞു, നിങ്ങളെ നിയ്യത്ത് കഴിഞ്ഞ്, നിങ്ങൾ വെച്ചപ്പോ തന്നെ കൂലി കിട്ടി, നിങ്ങൾ പോയിക്കൊടിയത്, അത് എടുത്ത ആരാച്ച ഓനത് എടുത്തോട്ടെ. ഇതാണ് സ്വഹാബികൾ. അത്രമാത്രം ആത്മാർത്ഥത തൂക്കിക്കണക്കാക്കുന്ന വിഷയത്തിൽ അവർ ശ്രദ്ധിച്ചു എന്നർത്ഥം. അപ്പോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പടച്ചോന്റെ പൊരുത്തല്ലാതെ വേറൊന്നും ഉദ്ദേശിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എത്രയോ കാലം സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സഹോദരന്മാരെ വിചാരണ ആരംഭിക്കുക. വിചാരണ തുടങ്ങണേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ വേണം. അങ്ങനെ പടച്ചോൻ വിചാരണ തുടക്കം 3 ആളെയാ. ആ 3 ആള് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പരിചയമുള്ള ആളുകൾ മുഴുവൻ സ്വർഗത്തിന്റെ ആളാണ് എന്ന് വിലയിരുത്തിയ 3 ആളുകൾ. ഒന്ന് രക്തസാക്ഷി, സ്വർഗത്തിലെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതുൻ, അള്ളാന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അള്ളാന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു, അവർക്ക് അള്ളാഹു ഭക്ഷണം നൽകുന്നു. ഖുർആൻ. അങ്ങനെ അള്ളാഹു ആദരിച്ച വ്യക്തികളാണ് രക്തസാക്ഷികൾ. ഒരു പണ്ഡിതൻ, പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താ? വൽജാഹിലൂന ഫമാതു ഖബ്ല മൗതിഹിമി വൽആലിമൂന വഇൻ മാതു ഫഅഹ്യാഉ, വിവരമില്ലാത്ത മനുഷ്യർ മരിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയവരാണ്. കാരണം അവർ ജീവിച്ചതിനൊരു അടയാളം ഉണ്ടാവില്ല. പണ്ഡിതന്മാർ മരിച്ചാലും ജീവിച്ചിരിക്കും. കാരണം അവരുടെ രചനകളും അവരുടെ അധ്യാപനങ്ങളും ഈ ലോകത്ത് നിലനിൽക്കും. അങ്ങനത്തെ ധാരാളം ആൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത മഹാപണ്ഡിതൻ. നമ്മൾ ആരോടാ അത് വരക്കാൻ പറയല്? മൂപ്പരോടാണ് അല്ലേ? മൂന്നാമത്തെ ആരാധനോ? ഈ ഇഷ്ടം പോലെ വാരിക്കോരി സദക്ക കൊടുത്ത മഹാധർമ്മിഷ്ഠൻ. നമ്മളെ കണക്കിന് ബാഹ്യമായത് നോക്കിയാൽ 3 ആളും സ്വർഗത്തിലാണ്. സഹോദരന്മാരെ, നാളെ പരലോകത്ത് വിചാരണ ആരംഭിക്കല് ഈ 3 ആളെ വെച്ചിട്ടാ. 3 ആളും നരകത്തിൽ കണ്ടുപോകും. രക്തസാക്ഷിയോട് ചോദിക്കും, നിങ്ങൾ എന്റെ മതത്തിന് വേണ്ടി എന്ത് ചെയ്തു? ചോദിക്കേണ്ട കാര്യമുണ്ടോ? രക്തസാക്ഷിനെ മറമാടൽ എങ്ങനെയാ? കുളിപ്പിക്കാതെ ആ രക്തത്തോടെ ആ മുറിവോടെ മറമാടൽ അങ്ങനെ തന്നെയല്ലേ പരലോകത്ത് വരല്. പിന്നെ അന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാന്ന് ശേഷം മനസ്സിലാവും. എന്ത് ചെയ്തു എന്റെ മതത്തിന് വേണ്ടി? എന്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു, എന്റെ ജീവൻ നഷ്ടപ്പെട്ടു, നിന്റെ മതത്തിന് വേണ്ടി രക്തസാക്ഷിയായി. അയാൾ പറയും, അള്ളാഹു പറയും, കദബ്ത, നീ കള്ളം പറഞ്ഞു. അയാൾ പറഞ്ഞത് സത്യല്ലേ? രക്തസാക്ഷിയായില്ലേ? ആയിന്. പക്ഷെ എന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല. ജനങ്ങൾ നിന്നെ രക്തസാക്ഷിയായി ബഹുമാനിച്ച് ആദരിച്ച് സ്മരിക്കപ്പെടണം എന്ന് നീ ആഗ്രഹിച്ചു. കഴിഞ്ഞുപോയി. മനസ്സിന്റെ ചെറിയൊരു താളം തെറ്റുമ്പോ വലിയ കർമ്മങ്ങളൊന്നുമല്ലാതായിട്ട് മാറും. മനസ്സിലായോ? ആ രക്തസാക്ഷി നരകത്തിലേക്ക് എറിയപ്പെടുന്നു. ഈ പണ്ഡിതൻ ഇതേപോലെ ഞാൻ വലിയ പ്രാസംഗികനാണ്, വലിയ അറിവുള്ള ആളാണ് എന്ന് ജനങ്ങൾ പറയണമെന്നൊരു ചിന്ത നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് ദുനിയാവിൽ പറയപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നിനക്കൊന്നുമില്ല. മുഖം കുത്തിയവനായി നരകത്തിലേക്ക് എറിയപ്പെടുന്നു. ധർമ്മിഷ്ഠൻ, ഇഷ്ടം പോലെ പള്ളിക്കും മദ്രസക്കും യതീംഖാനക്കും പൈസ കൊടുത്ത ആളാ. കൊടുത്തൊക്കെ ശരിയാ. പക്ഷെ അതൊക്കെ ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞുപോയി. ഇവിടെ നിനക്കൊന്നുമില്ല. മുഖം കിത്തിയവനായി വലിച്ചെറിയപ്പെടുന്നു. എന്താ വിഷയം? നിഷ്കളങ്കത എന്തുമാത്രം മുറുകെ പിടിക്കണമെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അള്ളാന്റെ തൃപ്തി മാത്രമേ ഉദ്ദേശിക്കാവൂ. ഞാൻ പറഞ്ഞല്ലോ, ആരാധന പോലും ഭൗതികവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുമായി ബന്ധപ്പെട്ട് എന്തിനാ നേർച്ച നടത്തുന്നത്? രോഗം മാറാൻ, ബുദ്ധിമുട്ട് നീങ്ങാൻ, കളഞ്ഞ സാധനം തിരിച്ചു കിട്ടാൻ, കുട്ടികൾ ഉണ്ടാവാൻ ഒക്കെ തുടങ്ങിയല്ലോ നമ്മൾ അതിലിപ്പൊന്ന് പരിശോധിച്ച് നോക്കുന്നത്. എന്തായി നടക്കുന്നത്? ആരാധന അള്ളാഹു അല്ലാത്തവരിലേക്ക്. എന്താ വിഷയം? ഭൗതികമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞു. എന്തിന്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, മരണചിന്തയുണ്ടാവാൻ. ഫഇന്നഹാ തസ്ഹദു ഫി ദുനിയ, ദുനിയാവിനോട് വിരക്തി ഉണ്ടാവാൻ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോക ചിന്തയുണ്ടാവാൻ. ഈ 3 ലക്ഷ്യമല്ലാത്ത വേറെ ലക്ഷ്യം ഖബർ സിയാറത്തിലില്ല. അതാരെ ഖബറും എപ്പോഴും പോവാം. എന്നാൽ ഇന്ന് ഖബർ കെട്ടിപ്പൊക്കി നേർച്ച വഴിപാട് അർപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് അവരുടെ ഭൗതികമായ താല്പര്യം സംരക്ഷിക്കാനാണ്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചെയ്ത ആരാധനക്ക് തുല്യമാണ് ഖബറുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നില്ല എവിടെ എന്ത് നടന്നാലും അത്. ഇമാം റാസി റഹിമഹുല്ലാഹ് വളരെ വിശദമായ ഒരു ഖുതുബയിൽ അത് പറയുന്നതിന് പരിമിതിയുണ്ട്. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ശിർക്കിന്റെ കഥ പറയുന്നു. മക്കയിലെ മുശ്രിക്കുകൾ മരിച്ചുപോയ മഹാന്മാരുടെ പ്രതിരൂപമുണ്ടാക്കി അവരോട് സഹായം തേടി
അവരിലുള്ള ശുപാർശ തേടി അള്ളാഹുവോട്. അള്ളാഹു ഖുർആൻ അതാ വിമർശിച്ചത്. നിങ്ങൾ എന്തിനാണ് ലാത്തയോട് പ്രാർത്ഥിക്കുന്നത്? ലാത്താരാ? വെറും ഒരു കല്ല അല്ലല്ലോ. ലാത്ത എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഒരു തരം പ്രത്യേക പായസമൊക്കെ ഉണ്ടാക്കി ഹറമ് അടിച്ചു വാരി തുടച്ച് കഴുകി വൃത്തിയാക്കി ഹാജിമാരെയും ഹറമിനെയും പരിചരിച്ചിരുന്ന അള്ളാന്റെ വലിയിന്റെ പേരാ ലാത്ത, അല്ലാതെ ഒരു കല്ലല്ല അത്. ആ ലാത്തയോട് നിങ്ങൾ എന്തിനാണ് സഹായം തേടുന്നത് എന്ന ചോദ്യത്തിന് അബൂലഹബും അബൂജഹലും പറഞ്ഞ മറുപടി മൂന്ന് വെച്ചുമ്മമാർ കിടക്കുന്ന ഈ മഖബറയിൽ പോയി നിങ്ങൾ എന്തിനാണ് അവരോട് സഹായം തേടുന്നത്? അവര് പടച്ചോനൊന്നുമല്ല, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കണമില്ല. പിന്നെ എന്താ അറിയോ, അള്ളാഹുലേക്ക് അടുത്ത ആളുകളാവുമ്പോ മൂപ്പര് പറഞ്ഞാ പടച്ചോൻ പെട്ടെന്ന് കേൾക്കുമല്ലോ. അപ്പൊ നമ്മളെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വാങ്ങിത്തരാനാണ്. എന്താ വ്യത്യാസം? ഇമാം റാസി എഴുതി വനളീറുഹു ഫീ ഹാദ സമാൻ ഇസ്തിഗാലു കസീറുൻ മിനൽ ഖൽഖി ബിതഅദീമി ഖുബൂരിൽ അകാബിരി. മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയുടെയും മനാത്തയുടെയും ഹുസ്സിന്റെയും ഉസ്സയുടെയും ഹുബുലിന്റെയും മുമ്പിൽ, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നടത്തിയ ആരാധനക്ക് തുല്യമാണ് ഇന്ന് ചില ആളുകൾ മഹാന്മാരുടെ ഖബറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങുകൾ. ആ അതേ വിശ്വാസം അവർക്കുള്ളത്. എന്താ വിശ്വാസം? ഇദാ അള്ളമു ഖുബൂറഹും, ഈ മഹാന്മാരുടെ ഖബറിനെ അവർ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, സിയാറത്ത് നടത്തിയാൽ ഫഇന്ന ഉലൈക ലകാബിറ യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ഈ മഹാന്മാർ ഇവർക്ക് വേണ്ടി ശുപാർശ പറയും എന്നാണ് ലാത്തയെ ആഗ്രഹിച്ച, ലാത്തയോട് സഹായം തേടിയ മക്കയിലെ മുശ്രിക്കുകൾ ആഗ്രഹിച്ചതെങ്കിൽ വനളീറുഹു ഫീ ഹാദ സമാൻ, അതേ പ്രവർത്തനത്തിൽ തുല്യമാണ് ഇന്ന് മഖ്ബറയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇത്തരം ഉറൂസുകളും ചന്ദനക്കുടങ്ങളും നേർച്ചകളും ഒരേ പ്രവർത്തനാണ്. എന്താ റസൂലോട് പറയാൻ പറഞ്ഞു? റസൂലെ നീ പറയണം, കുൽ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, വല ഉശ്രികു ബിഹി അഹദ, അവനോട് ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന് താങ്കൾ പ്രഖ്യാപിക്കണം. അപ്പൊ ആ ശിർക്ക് പരമായ ഒന്ന് ഷിർക്കിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല, ഇതിന്റെ ഒക്കെ ലക്ഷ്യം ഭൗതികമാണ്. പരലോകത്ത് കൂലി കിട്ടാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അവനാന്റെ അമ്മയും പാപ്പയും കിടക്കണം, മക്കവരെ പോയാൽ മതിയല്ലോ. ഇവിടെ വരാൻ എന്താ കാരണം? ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം പരലോകമല്ല, ദുനിയാവാണ്. ഒന്ന്. രണ്ട്, അത് കൊടിയ ഷിർക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിനുള്ളിലായത്? മഖ്ബറ സ്ഥലമില്ല, മദീനയിലെ ശ്മശാനത്തിൽ സ്ഥലമില്ല. അള്ളാഹു എങ്ങാനും അത് മദീന ശ്മശാനത്തിൽ ആയിരുന്നു സ്ഥാപിച്ചതെങ്കിൽ എന്താ ഇന്നത്തെ അവസ്ഥ? ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് അത് ഉള്ളിലാക്കിയത്. അള്ളാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് 1400 കൊല്ലം മുമ്പ് നമ്മുടെ നേതാവ് പ്രാർത്ഥിച്ചതിന്റെ ഫലം. എങ്ങനെയാ വിഗ്രഹവും ഖബറും തുല്യാവല്? വിഗ്രഹത്തിന്റെ അടുത്ത് നടത്തുന്ന എന്ത് പ്രവർത്തനം ഖബറിന്റെ അടുത്ത് നടത്തിയാൽ രണ്ടും ഒന്നായി. അത്രേ ഉള്ളൂ. വിഗ്രഹത്തോടാ ചേർത്ത് ഖബറിനെ പറ്റി പറഞ്ഞത്. അതുകൊണ്ട് ഖബർ ഒരു ചാണിൽ കൂടുതൽ പൊന്തിക്കുവാനോ അതിന് മുന്നിൽ ബിൽഡിംഗ് ഉണ്ടാക്കാനോ അങ്ങോട്ട് ആഗ്രഹ സഫലിക തീർത്ഥാടനം നടത്താനോ ഇസ്ലാമിൽ വകുപ്പില്ല. 3 പള്ളിക്ക് തീർത്ഥാടനം പാടുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറമാണ്, ഒന്നിടത്ത് മസ്ജിദുൽ നബവിയാണ്, മൂന്നാമത്തെ മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 എണ്ണമല്ലാത്ത ഒരു തീർത്ഥാടന കേന്ദ്രം മുസ്ലിങ്ങൾക്കില്ല. അത് വളരെ ശ്രദ്ധിക്കണം. 1. 2, അമലുകൾക്ക് ദുനിയാവിന്റെ യാതൊരു ഉദ്ദേശവും വെക്കാൻ. വെള്ളിയാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബീസ്കാത്തിൽ ഓതുന്ന സൂറത്തു ദഹ്റ, സൂറത്തു സജദ കഴിഞ്ഞാൽ പിന്നെ ആ സൂറത്തു ദഹ്ർ പഠിക്കുന്ന ഇഖ്ലാസ. അവനവന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകുന്ന യതീമുകളോടും പാവങ്ങളോടും അടിമകളോടും പുരക്കാരും പറയുന്ന വർത്താനം ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങൾക്ക് ഞാൻ ഈ ഭക്ഷണം നൽകുന്നതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു നന്ദി വാക്ക് പോലും. നിങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരാൾക്ക് സ്വതക്ക കൊടുത്തിട്ട് ദ്വാരക്കണട്ടോ എന്ന് വരെ പറയാൻ പാടില്ല. അയാൾ പ്രാർത്ഥിക്കണം എന്നത് അയാളുടെ ബാധ്യതയാണ്. പക്ഷേ ദ്വാരക്കണട്ടോ എന്ന് കൊടുത്തോ പറയാൻ പാടില്ല. അത് ഇഖ്ലാസിന് എതിരാണ്. അത്രേ നോക്കി ദ്വാരക്കണം എന്ന് പറയാം. നമുക്ക് യതീംഖാനക്ക് അരി കൊടുക്കണ ദ്വാരക്കാനാ.
യതീഖാനൊക്കെ ഒരു ചാക്ക് ഒരാൾ അരി കൊടുത്താൽ കൊടുക്കണ മുമ്പ് എന്താ പറയാ, അടുത്ത വെള്ളിയാഴ്ച മക്കളെ കൊണ്ട് ദ്വാർപ്പിക്കണട്ടോ എന്നാ പറയാ. അതുപോലും ഇഖ്ലാസിനെതിരാണ് എന്ന് ഈ ആയത്തിനെ പറ്റി പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇപ്പൊ രണ്ട് കാര്യം ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, ഇഖ്ലാസ് മുറുകെ പിടിക്കണം. രണ്ട്, നേർച്ച വഴിപാടുകൾ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ ചെയ്യാവൂ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യാവൂ. പരിശുദ്ധ ഖുർആൻ നേർച്ചയെ പരിചയപ്പെടുത്തിയത് സൂറത്ത് ആലു ഇമ്രാന്റെ 33-ാമത്തെ വചനത്തിൽ വീട്ടിൽ പോയി പരിശോധിച്ചോളി. ഇമ്രാന്റെ ഭാര്യ ഹന്നാ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഗർഭത്തിലെടുക്കുന്ന കുട്ടിനെ നേർച്ചയാക്കിയ സംഭവമാണ് നേർച്ചയിൽ ഖുർആൻ ആദ്യമായി പഠിപ്പിക്കുന്നത്. വഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക, അല്ലാഹുവേ ഞാൻ നിനക്ക് താൻ നേർച്ചയാക്കുന്നു, മാഫി ബത്നി എന്റെ വയറ്റിലുള്ള കുട്ടി, അള്ളാഹ്ക്കേ നേർച്ച പാടുള്ളൂ. അതിനുദ്ദേശം മുഹററ, സ്വതന്ത്രമായ നേർച്ച, ദുനിയാവിന്റെ യാതൊരു ലക്ഷ്യമില്ല, പരലോകത്ത് കൂലി കിട്ടാൻ. അപ്പൊ അള്ളാന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് നമ്മുടെ അമലുകളെ ഇഖ്ലാസ് ഉള്ളതാക്കി മാറ്റാൻ ശ്രമിക്കണം. മഖ്ബറയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏത് ആചാരത്തോട് ഏത് നിലക്ക് സമീപിച്ചാലും സഹായിച്ചാലും സന്ദർശിച്ചാലും അത് കൊടിയ ശിർക്കാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശിർക്ക് ചെയ്താലോ ലയഹ്ബത്തന്ന അമലുക, നിന്റെ മുഴുവൻ അമലുകളും മുറിഞ്ഞു പോകും, നശിച്ചു പോകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഖുർആൻ ആവശ്യപ്പെടുന്നു. അയാൾ കേൾക്കും, അവിടെ കിടക്കുന്ന ആള് കാണും, അയാൾ അറിയും, ഇയാൾ കേൾക്കും, അയാൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും, ശുപാർശ, അതൊക്കെ ശിർക്കാണ്. അത്തരം ഒരു വിശ്വാസമില്ലാത്ത തൗഹീദും സുന്നത്തും ഇഖ്ലാസും മുറുകെ പിടിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിഹിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ നിയമാവലികൾ പാലിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. നമ്മൾ കടന്നു പോകുന്നത് ശഅബാൻ മാസത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് മാസങ്ങളിൽ നോറ്റതിനേക്കാൾ കൂടുതൽ നോമ്പ്, ഖുർആൻ പാരായണവും ഇബാദത്തും ഒക്കെ നിർവഹിച്ച ഒരു മാസമാണ് ശഅബാൻ. ഇപ്പൊ സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പൊ ശഅബാന്റെ പ്രത്യേകത? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ അവഗണിക്കുന്ന ഒരു മാസമാണ് ശഅബാൻ. ഒന്ന്, അതുകൊണ്ട് നമ്മളത് പ്രത്യേകം പരിഗണിക്കണം. രണ്ടൊരു മനുഷ്യന്റെ അമലുകൾ, ഒരു കൊല്ലത്തിലുള്ള മുഴുവൻ അമലുകളെയും അള്ളാന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന മാസമാണ് ശഅബാൻ. എല്ലാ ദിവസവും വൈകിട്ടും രാവിലെ നമ്മൾ അമലുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരു കൊല്ലത്തിലുള്ള മുഴുവൻ അമലുകളും അള്ളാന്റെ പ്രദർശിപ്പിക്കുന്ന മാസം ശഅബാനാണ്. അങ്ങനെ എൻ്റെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഇബാദത്തുകളും ഖുർആനോത്തും പറ്റുന്ന സുന്നത്ത് നോമ്പുകളൊക്കെ അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ.